വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. മക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതേപോലെ നാളത്തെ പരീക്ഷയ്ക്കുള്ള കുറച്ച് ട്രിക്സുകളും പറഞ്ഞു തരാം. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജൂലിയ ഔർ ലൂണ എന്ന പാഠഭാഗത്തു നിന്നുള്ളതാണ്. സഹി പ്രസ്താവ് ചുൻകർ ലിഖെ എന്നാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ലോഗോനെ ലഡ്കിക്കോ ധന്യവാദ് ദിയ. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പെൺകുട്ടിക്ക് നന്ദി പറഞ്ഞു. ലഡ്കീനെ ലോഗോങ്കോ ധന്യവാദ് ലിയ. പെൺകുട്ടി അവർക്ക് നന്ദി പറഞ്ഞു. ലഡ്കീനെ ചിടിയോങ്കോ ധന്യവാദ് ദിയ. പെൺകുട്ടി പക്ഷികൾക്ക് നന്ദി പറഞ്ഞു. പേടോനെ ചിടിയോങ്കോ ധന്യവാദ് ദിയ. മരം പക്ഷികൾക്ക് നന്ദി പറഞ്ഞു. ഇതിനകത്തെ രണ്ടാമത്തേതാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലോഗോനെ ലഡ്കിക്ക് മദത് ക്യോം കി. ആ ജനങ്ങൾ പെൺകുട്ടിയെ എന്തുകൊണ്ടാണ് സഹായിച്ചത്? ആ പെൺകുട്ടി മരങ്ങളെല്ലാം സംരക്ഷിക്കാൻ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നത് കൊണ്ടാണ് പെൺകുട്ടി മരങ്ങളെല്ലാം സംരക്ഷിച്ചത്. ഉത്തരം ഇവിടെ നൽകാം. ആവശ്യമുള്ളവരെ എഴുതിയെടുക്കണേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജൂലൈ 1 से 7 तक വന മഹോത്സവ് മനായാ ജാത്താ ഹൈ. ജൂലൈ 1 മുതൽ 7 വരെ എന്താണ് ആഘോഷിക്കുന്നത്? വന മഹോത്സവം ആഘോഷിക്കുകയാണ്. ഇസ് അവസർ പർ പേട് കി രക്ഷ ഹമാരി സുരക്ഷ എന്ന ഒരു മെസ്സേജ് നൽകിക്കൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ രീതിയിലല്ലാതെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിരിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോസ്റ്ററിൻ്റെ ഫോർമാറ്റ് പഠിച്ചിട്ട് പോവുക. പോസ്റ്ററിനകത്ത് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് പോസ്റ്റർ വരച്ചതിന് ശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ജൂലൈ 1 മുതൽ 7 വരെ വന മഹോത്സവം എന്നൊക്കെ എഴുതാം. അതേപോലെ തന്നെ ഇവിടെ തന്നേക്കുന്ന സിംഗിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ തന്നേക്കുന്ന ആ മെസ്സേജൊക്കെ നിങ്ങൾക്ക് പോസ്റ്റർ വരച്ച് എടുത്തെഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം പേട് എന്ന കവിതയിൽ നിന്നാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചായായം കൈസെ ബിഗർ ഗയി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിഴലുകൾ എങ്ങനെയാണ് ചിതറിപ്പോയത്? ഹവ പടിനേസെ കാറ്റ് വന്നതുകൊണ്ട്, ധൂ പടിനേസെ വെയിൽ വന്നതുകൊണ്ട്, പാനി പടിനേസെ വെള്ളം വന്നതുകൊണ്ട്, ബാരിഷ് ഹോനേസെ മഴയായതുകൊണ്ട്. എങ്ങനെയാണ് കവിതയിൽ നോക്കുക. ക്വസ്റ്റ്യൻ നോക്കിയേ. ചായായേം ബിഗർ ഗൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കവിതയിലുണ്ടോ എന്ന് നോക്കിക്കേ. ചായായേം ബിഗർ ഗൈ ഉണ്ടല്ലേ. ഇവിടെ നോക്കിക്കേ. ബിഗർ ഗൈ എന്ന് ഇവിടെ ഉണ്ട്, ചായായ എന്ന് താഴത്തെ വരിയിലും ഉണ്ട്. അപ്പോൾ ധൂപ് സിലീത്തോ ബിഗർ ഗൈ കതരൻ കതരൻ ചായായ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് രണ്ടാമത്തേതാണ്. ധൂപ് പടിനേസെ എന്നാണ് ഇതിൻ്റെ ഉത്തരം. ഇത് അഞ്ചാമത്തെ ചോദ്യം നോക്കുക. പേടുക്കോ ദർജി ക്യോം കഹാ ഗയാ ഹെ. എന്തുകൊണ്ടാണ് മരത്തെ തയ്യൽക്കാരൻ എന്ന് വിളിക്കുന്നത്? തയ്യൽക്കാരൻ ഓരോ തുണി കഷ്ണങ്ങളും തുന്നി ചേർക്കുന്നത് പോലെ മരവും ഓരോ കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് തുന്നി ചേർക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ആവശ്യമുള്ളവർ എഴുതിയെടുക്കണേ. ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനും കൂടെയാണത്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കവിതയുടെ ആശയം എഴുതാനാണ്. കവിതാംശക ആശയ ലിഖെ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യനായി കൊടുത്തിരിക്കുന്ന ഒരു ലഘു എഴുതാനാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ കവിതയുടെ ആശയം എഴുതുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. കവിതയുടെ ആശയം എല്ലാവരും നോട്ടിൽ നോക്കി പഠിച്ചിട്ട് പോകണം. ഉറപ്പായും കവിതയുടെ ആശയം വരും. ഒരു കവിതയെ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് 100% ഉറപ്പാണ് ഈ കവിതയുടെ ആശയം എഴുതാൻ തന്നെയാണ് ചോദിക്കുക. അടുത്ത് ഹാച്ചിക്ക് കഹാനി എന്ന പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇതിനകത്ത് ഏതാണ് ശരിയായത് എന്നാണ്. യഹ് പ്ലസ്നെ ഉസ്നെ, വേ പ്ലസ്നെ ഉസ്നെ, എ പ്ലസ്നെ ഉസ്നെ, വഹ് പ്ലസ്നെ ഉസ്നെ. നിങ്ങൾക്കിത് പാഠത്തിൽ പഠിക്കാനുള്ളത് വഹിനെ കുറിച്ചാണ്. വഹ് എന്തായി മാറുന്നു? ഉസ് ആയി മാറുന്നു. പിന്നെ വഹ് പ്ലസ് നെ, ആ നെ അങ്ങോട്ട് ചേർക്കുക. അപ്പോൾ വഹ് പ്ലസ് നെ ഉസ്നെ നാലാമത്തേതാണ് ശരിയായ ഉത്തരം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അത് നൽകിയിട്ടുണ്ട് ഒരു പേജ് നിറയെ. അത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഉറപ്പായി അതിനകത്തുനിന്ന് ഒരെണ്ണം ചോദിക്കും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹാജി കിസ്കി പ്രതീക്ഷ കർ രഹാ താ ക്യോം. ഹാജി ആരെയാണ് കാത്തിരിക്കുന്നത്? എന്തുകൊണ്ട്? ഹാജി ആരെയാണ് കാത്തിരിക്കുന്നത്? പ്രൊഫസറിനെയാണ് കാത്തിരിക്കുന്നത്. പ്രൊഫസർ ഒരു ദിവസം ജോലിക്ക് പോയതിന് ശേഷം തിരിച്ചു വന്നില്ല. അതുകൊണ്ടാണ് ഹാജി പ്രൊഫസറിനെ കാത്തിരിക്കുന്നത്. നോക്കുക. ഹാജി की मृत्यु के बारे में प्रोफेसर की पत्नी और दोस्त के बीच बातचीत ലിഖെ. ഹാജിയുടെ മരണത്തെക്കുറിച്ച് പ്രൊഫസറിൻ്റെ ഭാര്യ തൻ്റെ ഫ്രണ്ടിനോട് പറയുന്ന കാര്യങ്ങൾ സംഭാഷണമാണ് എഴുതേണ്ടത്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഹാജി की कहानी के आधार पर प्रोफेसर और ഹാജി के बीच की दोस्ती पर टिप्पणी लिखी. ഹാജി की कहानी എന്ന കഥ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രൊഫസറിൻ്റെയും ഹാജിയുടെയും ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നിങ്ങളൊരു
ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 4 പോയിൻറ്റ്സ് നൽകിയിട്ടുണ്ട്. സടക്ക് സെ പില്ല മിൽന, റോഡിൽ നിന്നാണ് ലഭിച്ചത് ഹാച്ചിയെ. പ്രൊഫസർ സെ ദൃഢ സംബന്ധ രചന, പ്രൊഫസറുമായിട്ട് വളരെയധികം നല്ല അടുപ്പത്തിലായിരുന്നു. ഹമേഷ സാത്ത് ചലന, എപ്പോഴും ഒന്നിച്ചാണ് പോയിരുന്നത്. അന്ത് തക് ഇന്തസാർ കർണ, അവസാനം വരെ ഹാജി പ്രൊഫസറിനെ കാത്തിരുന്നു. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ പോയിൻറ്റ്സ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എടുക്കുക, എന്നിട്ട് അത് സെൻറ്റൻസ് ആക്കി മാറ്റി എഴുതാൻ ശ്രമിക്കുക. അടുത്തത് ജൂലിയ ഓർ ലൂണ എന്ന പാഠത്തിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10ാമത്തെ ചോദ്യം നോക്കിക്കേ. കോഷ്ടകെ ശബ്ദോങ്കി സഹായദാസെ വാക്യ വിസ്താർ കര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ. അവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ലഡ്കീനെ ബജായ, ബ്രാക്കറ്റിൽ പേടോങ്കോ, മരത്തെ, സാരെ എന്ന് പറഞ്ഞാൽ മുഴുവൻ, കാട്ടുനേസെ മുറിക്കുന്നതിൽ നിന്ന്. ഇതിൻ്റെ ആൻസർ ലഡ്കീനെ പേടോങ്കോ ബജായ, ലഡ്കീനെ സാരെ പേടോങ്കോ ബജായ, ലഡ്കീനെ സാരെ പേടോങ്കോ കട്ട് ജാനെ സെ ബജായ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വരച്ച് നോക്കുക. എന്നിട്ട് ഈ 4 ഓപ്ഷനകത്ത് ഏത് ഓപ്ഷനാണ് ശരിയെന്നുള്ളത് എടുത്തെഴുതണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ജൂലിയ ഔർ ലൂണ അച്ഛേ ദോസ്ത് ഹേ, ഹട്ടെ കട്ടെ ആത്മയോനെ ലഡ്കി കോ ധംകായ, ആ വലിയ ബലവാന്മാരായ മനുഷ്യർ ആ പെൺകുട്ടിയെ പേടിപ്പിച്ചു. സേട്ടിനെ വാദാക്കിയ, സേട്ട് വാക്ക് നൽകി. ഇതിലെ ക എന്ന ഓപ്ഷനാണ് ശരി. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ക എന്ന് എഴുതി താഴെയുള്ള ആ 3 എഴുതണം. जूलिया के दृढ़ निश्चय का समाचार अखबार में आया. लड़की ने पेड़ पर चढ़कर किया विरोध शीर्षक पर वह समाचार लिखे. ഇവിടെ സിംഗിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ ഒരു ശീർഷകം നൽകിയിട്ടുണ്ട്. ഈ ശീർഷകം വെച്ചുകൊണ്ട് നിങ്ങളൊരു ന്യൂസ് തയ്യാറാക്കാനാണ് ഈ ക്വസ്റ്റ്യൻ. പത്രവാർത്ത എഴുതാൻ. और क्वेश्चन നോക്കുക. ജൂലിയാനെ सेठ से पेड़ को कभी नहीं काटने वादा लिया. ജൂലിയ ഡയറി में यह लिखती है वह डायरी लिखी. ജൂലിയ സേട്ടിൽ നിന്ന് വാക്ക് മേടിച്ച കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഹാജിക്ക് കഹാനി എന്ന പാഠത്തിലെയാണ് ക്വസ്റ്റ്യൻസ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹാജിക്ക് ബാരമേ ബതാത്തെ ഹുയെ പ്രൊഫസർ अपने मित्र के नाम പത്ര ലിഖ്തേ ഹൈ. പ്രൊഫസർ കാ പത്ര ലിഖേ. ഹാജിയെക്കുറിച്ച് പ്രൊഫസർ തൻ്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ 4 പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും 2 പിക്ചേഴ്സിനെ കുറിച്ച് ഓരോരോ സെൻറ്റൻസ്, ഓരോരോ വാക്യം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചിത്രയ്ക്ക് ആധാർ പർ 2 പ്രശ്ന ബനായി. ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും 2 ക്വസ്റ്റ്യൻ, ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും നന്നായി പഠിച്ച് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.